എല്ലാവർക്കും ദേവാസുരത്തിലെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് വെൽക്കം. അപ്പോൾ നിങ്ങൾ ഇൻട്രോ കണ്ടിട്ട് പോയി. അപ്പോൾ നിങ്ങൾ ഇൻട്രോ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഇനി നേരെ എൻ്റെ ബേസ് എത്തിയിട്ട് ഇവനെ എങ്ങനെ കിട്ടി എന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഞാനങ്ങനെ ബേസിലേക്ക് ടെലിപ്പോർട്ടായി എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇവനെ കിട്ടിയ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്പോണിൽ നിന്ന് എൻ്റെ ബേസ് തപ്പി ഒരു ഏരിയ തപ്പി ഇറങ്ങിയ സമയത്ത് ഒരു ജംഗിൾ കണ്ടു. ആ ജംഗിളിൽ നിന്ന് ഞാൻ ഇവനെ കണ്ട് അവിടുന്ന് കുറേ സീഡ് കളക്ട് ചെയ്ത് ഇവന് കൊടുത്ത് ഇവനെ ടീമാക്കി നീന്തി വരുന്ന സമയത്ത് ഇവന് നീന്താൻ അറിഞ്ഞൂടാ. ഞാൻ നേരെ വെള്ളത്തിൽ ചാടി നീന്തി വന്നു. ഇവനെ തിരിഞ്ഞ് നോക്കുമ്പോൾ കാണാനില്ല. ഇവൻ ടെലിപ്പോർട്ടായി എൻ്റെ അടുത്തേക്കും വന്നില്ല. ഞാൻ ഇന്ന് രാവിലെ സ്പോണിക്ക് പോയ സമയത്ത് ഇവൻ അവിടെ കിടന്ന് ചാടി കളിക്കുന്നു. അപ്പോൾ തന്നെ മനസ്സിലായത് ഇവൻ എൻ്റെ സാധനമാണ്. പിന്നെ ഞാൻ റെക്കോർഡ് അല്ലാതെ ഇരുന്ന സമയത്ത് എനിക്കൊരു ഡോഗിനെ കിട്ടി. അത് ഇവിടെ ഉണ്ട്. അപ്പം എനിക്ക് ഇവനെ വേണോ അവരെ വേണോ? അവൻ്റെ പേര് ബ്രീസ് എന്നൊക്കെ ഇട്ടു. ആനുവൽ ഇല്ലാത്തതുകൊണ്ടാണ് നെയിം ടാഗ് ഉണ്ട്. അപ്പോൾ അവനെ കൊല്ലാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. വേറെ വഴിയില്ല. നിങ്ങൾ സോറി കേസ്, പേടിക്കണ്ട. ഞാൻ നിങ്ങളെ കാണിക്കൊന്നുമില്ല. അവനെ കൊല്ലുന്നു നിങ്ങൾ കാണണം. ആരും കാണാതെ ഞാൻ കൊന്നോളാം. അപ്പോൾ ഞാൻ അവനെ കൊന്നു. എന്തായാലും എനിക്ക് ഡോഗിനെ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ പാരറ്റിനെ വളർത്താൻ തീരുമാനിച്ചു. അപ്പം ചത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ആൻവില്ല് നേരെ താഴെ വീണ് നേരെ ഇങ്ങനെ വീണ് ചത്തു. ആ സൗണ്ട് കേൾക്കാൻ നല്ലതായിരുന്നു. നല്ലതായി. പാവം ഒരാൾ മരിച്ച്. എന്തായാലും നമുക്ക് വേറൊരാളെ കിട്ടി. അവനെങ്ങനെ ആൻവില്ല് തലേ വീണ് മരിച്ചു. അതുകൊണ്ട് ഞാൻ ഇവനെ പെറ്റാക്കി. വാ പാവം. ഇനി നീയേ ഉള്ളൂ എനിക്ക്. അവനെങ്ങനെയോ ആനുവൽ തലേ വീണ് മരിച്ചു. നീ അതേപോലെ മരിക്കാണ്ടിരുന്നാൽ മതി. ഇവന് ഞാൻ ക്യാരറ്റ് എന്നിട്ടു പേര്. പാരറ്റ് മാറി ക്യാരറ്റായി. അപ്പോൾ നിങ്ങൾ പറയും ക്യാരറ്റല്ലേ ഓഫ് ഹാൻഡ് ലിക്ക്. അതല്ല ക്യാരറ്റ്. ഇതാണ് പാരറ്റ്. അല്ല, പക്ഷേ ഇപ്പോൾ ക്യാരറ്റാണ്. ഇപ്പോൾ നല്ല പേരാന്നൊക്കെ തോന്നി. ഇപ്പോൾ ക്യാരറ്റ് എന്നിട്ടു. ഇനി ഞാൻ ഇപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് ചെയ്തു. മുകളിൽ കുറച്ച് വിൻഡോ ഒക്കെ വെച്ചു. ഇപ്പം ഞാൻ ചെയ്യാൻ പോണത് ഒരു കോക്കനട്ട് ട്രീ, ഒരു തെങ്ങ് ഉണ്ടാകാൻ പോണേ. അവിടെ ഒരു തെങ്ങ് വെച്ച് അടിപൊളിയായിരിക്കുമെന്ന് തോന്നിയിട്ട് സംഭവം ഞാൻ റെഡിയാക്കി. എനിക്കത്ര നന്നായി തെങ്ങ് ഉണ്ടാക്കാമെന്ന് അറിയില്ല. ഇത് തെങ്ങിൻ്റെ ഓലയാണോ തുമ്പിക്കൈയാണോ എന്ന് ചോദിക്കരുത്. എനിക്കിത്രേ ഉണ്ടാക്കാൻ അറിയുള്ളൂ. തെങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറ്റാൻ അത്രയും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെയും കുറച്ച് ബേസിൽ ഇതെങ്കിടെ പോണേ. അപ്പം ഞാൻ ബേസിൽ കുറേ ലീവ്സും അതൊക്കെ വെക്കാനുണ്ട്. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാവും. പിന്നെ ഇവന് വെയിൽ കൊള്ളാണ്ട് ഇവിടെ ഇരിക്കാനും പറ്റും. ക്യാരറ്റിന് വെയിൽ കൊള്ളാതെ ഇരിക്കാമല്ലോ. അപ്പോൾ തെങ്ങ് ഇവിടെ ഓക്കെ ആയി. ഇനി ബേസിൻ്റെ മുകളിലത്തെ പണികളാണ്. അപ്പോൾ അതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവനെ വിടുന്നതാണ്. ഫ്രെയിമിൽ നിന്ന് മാറി നിൽക്കണം നീ. ഓക്കെ, അപ്പോൾ അവനെ തീർത്തു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസും കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. തെങ്ങ് എങ്ങനെയുണ്ട് ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബേസിൻ്റെ ഡീറ്റെയിലിങ് കഴിഞ്ഞിട്ട് വിളിക്കാം. ഞാനിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്, നന്നായി മിസ് ചെയ്യുന്നുണ്ട്. ഏക്കറേറ്റ് ബ്ലോക്ക് പ്ലേസ്മെൻറ്റിനെ ഞാൻ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വെച്ച് പോവുകയാണ്. ഈ സെർവറിൽ അത് യൂസ് ചെയ്യണ്ട എന്ന് പറഞ്ഞു, ഏക്കറേറ്റ് ബ്ലോക്ക് പ്ലേസ്മെൻറ്റ് എന്ന മോഡ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്നായി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒറ്റയടിക്ക് 5 6 വെച്ചിട്ടുണ്ടാവുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി പറഞ്ഞു. ഞാൻ ഇവിടെ ഒരു പോണ സംഭവം ഉണ്ടാക്കാൻ പോണു. ഇതുകൂടെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കഴിഞ്ഞു. ഒരു അടിപൊളിയായിരിക്കും ഇത് വെച്ച് കഴിഞ്ഞാൽ. എല്ലാ ബേസും അടിപൊളിയാക്കണമെങ്കിൽ കുറച്ച് ലീവ്സും ഒരു ക്യാമ്പ് ഫയർ വെച്ചാൽ മതി.
ഇതേപോലെയുള്ള കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് കേൾക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബേസിൻ്റെ മൊത്തത്തിലുള്ള ഓവർവ്യൂ കാണിച്ചു തരാം. അപ്പോൾ അതാണ് അത്ര ഇവനെന്താ ഇടയിൽ കൂടെ കയറി കഴിഞ്ഞു പറഞ്ഞു കയറി കഴിഞ്ഞു. അതാ ബേസിൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് നല്ല വ്യൂ കാണിച്ചു തരാൻ നിൽക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഈ നൈറ്റായത് അവന്മാർ കയറി വന്നത് ചത്തള. അപ്പോൾ ഇതാണ് എൻ്റെ ബേസ്, അത്യാവശ്യം അടിപൊളി ബേസ്. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത എപ്പിസോഡ് കാണാം ഗൈസ്. ഇതവൻ എൻ്റെ തോളിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഞാൻ പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതൊക്കെ 3rd എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Flashback.